കാവടി യാത്രയുടെ കുറച്ച് ദൃശ്യങ്ങൾ കാണുമായിരുന്നു. കാവടുമായിട്ട് ആളുകൾ നടന്നു പോകുന്ന ദൃശ്യങ്ങളുണ്ട്, പക്ഷേ വഴി നീളെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. ആദ്യം UP-യിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് കണ്ടത്. ആ വീഡിയോ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഹോട്ടലിലേക്ക് ഒരു സംഘം ആളുകൾ കടന്നു കയറി ചെല്ലുന്നു. എന്നിട്ട് അവിടെയുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങളാണോ ഹിന്ദുക്കളാണോ എന്ന് പരിശോധിക്കുന്നു. ആധാർ കാർഡ് കയ്യിലില്ലാത്ത ആളുകളൊക്കെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി പാൻസ് അഴിച്ച് അവർ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് പരിശോധിക്കാനുള്ള ശ്രമം നടത്തുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മുസാഫർ നഗറിലെ കാഴ്ച നമ്മൾ കാണുമ്പോൾ അവിടെ കാവടിന് വഴി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബൈക്ക് യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിക്കുന്നു, ബൈക്ക് തകർത്ത് കളയുന്നു. ഹരിദ്വാറിലൊരു കാറ് കാവട് തട്ടി എന്ന് ആരോപിച്ചുകൊണ്ട് ആ കാറുകാരനെ അതിക്രൂരമായി മർദ്ദിക്കുന്നു, കാറ് സമ്പൂർണ്ണമായി അടിച്ച് തകർക്കുന്നു. ഡെറാഡൂൺ ഹൈവേയിലുള്ള ഒരു ഹോട്ടലിലേക്ക്, ഒരു ധാബയിലേക്ക് കയറി ചെന്ന ഈ കാവടി യാത്രികർ ആ ഹോട്ടൽ ആകെ അടിച്ച് തകർത്ത് കളയും. ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നത് ഹിന്ദുവാണോ മുസ്ലിമാണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണോ എന്ന് പരിശോധിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഈ കാവടി യാത്രികർക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? വർഗീയതയുടെ വേലിയേറ്റം എമ്പാടും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു സംഭവിക്കും എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് UP-യിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നും ഇപ്പോൾ കാണുന്നത്. ഇതൊഴിവാക്കി സമാധാനപരമായി മതവിശ്വാസത്തിൽ ഏർപ്പെടാൻ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ടാവണം നമ്മുടെ രാജ്യത്ത്. അത് നടപ്പിലാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ തയ്യാറാവുകയും വേണം. നമസ്കാരം.